നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താടാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എടാ, നിന്നെ വളർത്തിയത് ഞാനാ, ഇവരാരുമല്ല. കണ്ടവരുടെ വാക്ക് കേട്ട് നീ എന്താടാ എന്നോട് ഇങ്ങനെ? നിന്നെയും നിന്റെ അച്ഛനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. എല്ലാത്തിന്റെ ആണിക്കല്ലി ഇവളാ. ചെരുവ് തോറും തുണി വിറ്റ് നടന്ന നിന്നെ ഈ വീടിന്റെ മരുമകളാക്കിയതിന്റെ നന്ദിയാണോടി ഇത്? അമ്മേ മതി, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആരെന്ത് ചെയ്താലും അതിന് കാരണം എന്റെ ഭാര്യയാണോ? എന്ത് പറഞ്ഞാലും ഇവക്കാണോ കുറ്റം? അമ്മ എന്ന ഒറ്റ കാരണം കൊണ്ടാ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല അമ്മ പറയുന്നൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. നീ ഒരു പെങ്കോന്നനായി പോയി. അതിന് ഞാൻ എന്ത് ചെയ്യും? നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ എന്നോട് സംസാരിക്കാൻ വരരുതെന്ന്. ഇല്ല, സംസാരിക്കുന്നില്ല. വരണ്ട. അമ്മ ചാരുവിനെ പറ്റി ഒന്ന് പറയാതിരുന്നാ മതി. നിശ്ചയം നടന്ന കാര്യം എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഇനിയത് നടക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? മാഷിന് ഒരു മോളും കൂടിയില്ലേ? ആ കുട്ടിക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ മാഷ് സഹിക്കോ? അറിഞ്ഞോണ്ടൊരു തെറ്റ് ചെയ്യണോ മാഷെ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ മോൾ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഈ കല്യാണം നടക്കുന്നത് ശരിയല്ല, ഞാനത് നടത്തില്ല എന്ന്. അപ്പൊ നിങ്ങളുടെ മോൾക്ക് വാശി, കുബുദ്ധി കാണിച്ച് ജാതകം കൈമാറി. ജാതകം കൈമാറിയപ്പോ ഇവള് വിചാരിച്ചിട്ടുണ്ടാവും ഇവള് ജയിച്ചു എന്ന്. ഇപ്പൊ ജയിച്ചത് ഞാനാ. നിശ്ചയം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ? മുഹൂർത്തത്തിന് തൊട്ടു മുമ്പേ മുടങ്ങിപ്പോയ എത്രയോ കല്യാണങ്ങളുണ്ട്. മാഡം വാശി കാണിച്ചു, ഞാൻ ബുദ്ധി കൊണ്ട് അതിന് നേരിട്ടു. സ്വന്തം മോന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ജയിച്ചെന്നല്ലേ? നിനക്ക് അത്രേ വിവരമുള്ളൂ ഹേമേ. ഇവന്റെ ജീവിതം ഇല്ലാതായിട്ടൊന്നുമില്ല. നല്ലൊരു ജീവിതം ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ ചിന്തിക്കണമെങ്കിലേ ബുദ്ധി വേണം. അത് നിനക്കില്ലല്ലോ. ചീഫ് എഞ്ചിനീയർ മോളുടെ കഴുത്ത് വീഴണ താലി മറ്റൊരു പെണ്ണിന്റെ കഴുത്ത് വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. നാട്ടുകാരെ കൂട്ടും ഞാൻ. നീ ആരെയും കൂട്ടണ്ട. അല്ലെങ്കിൽ നീയൊക്കെ വിളിച്ച് ആര് വരാനാ? ഞാൻ കരയോഗത്തിൽ സംസാരിച്ച് ഈ നിശ്ചയം ക്യാൻസൽ ചെയ്യിച്ചോളാം. നിശ്ചയം ക്യാൻസൽ ചെയ്തോളൂ അങ്കളെ. എന്നാ ഒന്നറിഞ്ഞോ, ഞാൻ നിശ്ചയിച്ച തീയതിയിലും മുഹൂർത്തത്തിലും അരവിന്ദിന്റെയും എന്റെയും കല്യാണം നടന്നിരിക്കും. വെറുതെ നടക്കുന്ന കല്യാണമല്ല, അങ്കിളുടെ സമ്മതത്തോടെ നടക്കുന്ന കല്യാണം. മനക്കോട്ട് കെട്ടുന്നത് നല്ലതാ, പക്ഷെ അതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നത് മൗട്ടിയാ. മനക്കോട്ടെ അല്ല അങ്കിൾ, എന്റെ തീരുമാനമാണ്. നിക്ക്. ഇത് നിന്റെ വീട്ടിലെ കുപ്പത്തൊട്ടിയിലിട്ടേക്ക്. വാവ്, സൂപ്പർ. ഓടി. ചെല്ല്.